So, a very warm welcome and good morning to one and all. Welcome to the day 3 of Atmamilan Gratitude Practice and Affirmations. നമ്മൾക്ക് ആദ്യം തന്നെ ഒരു സ്മൈലിൽ തുടങ്ങാം, ഒരു ചെറിയൊരു പുഞ്ചിരി. നമ്മൾ പലപ്പോഴും നമ്മളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഭയങ്കരമായിട്ട് സിമ്പിളായിട്ട് കണ്ട് എനിക്കതെല്ലാം ദിവസം കിട്ടുന്നതാണ്, അതിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല, ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട്, അത്രയും നമ്മൾ പറഞ്ഞു തീർക്കാറേ ഉള്ളൂ. എപ്പോഴെങ്കിലും ഒന്ന് സമയം കൊടുത്ത് നിന്ന് അതൊന്ന് ഒരു നിമിഷം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് അതൊന്ന് മനസ്സിലാക്കി, അതെനിക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണോ, മറ്റുള്ളവർക്ക് കിട്ടാറുണ്ടോ, എനിക്ക് കിട്ടുന്ന പോലെ മറ്റുള്ളവർക്ക് കിട്ടാറുണ്ടോ? അപ്പോൾ അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും ദാറ്റ് മേക്സ് യു ഫീൽ സ്പെഷ്യൽ. അപ്പോൾ ടേക്ക് എ ടൈം, അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻസ്, ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുക. ഇന്നലെ ഞാൻ പറഞ്ഞത് ഒന്നും കൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഐ ഹാവ് ഓൺലി പോസിറ്റീവ് എക്സ്പീരിയൻസസ് ഇൻ മൈ ലൈഫ് ആൻഡ് ഐ ഹാവ് ഓൺലി ലേണിങ്സ് ഇൻ മൈ ലൈഫ്. ലൈഫ് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവില്ലേ? ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും നമ്മൾ എത്രത്തോളം എംപവേർഡ് ആവില്ലേ? നന്ദി എന്ന വാക്കിനെ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് താങ്ക് യു എന്ന വേർഡായിരുന്നു. ഇതുവരെ താങ്ക് യു ആണ് ഉപയോഗിച്ചിരുന്നത്. താങ്ക് യു എന്ന് നമ്മുടെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വേർഡായിരുന്നു താങ്ക് യു. പക്ഷേ അത് എത്രത്തോളം നമ്മൾ ഉള്ളിൽ ഉൾക്കൊണ്ട് പറയുന്നു എന്നുള്ളതാണ് ഗ്രാറ്റിറ്റ്യൂഡും താങ്ക് യുവും തമ്മിലുള്ള വ്യത്യാസം. താങ്ക് യു നമ്മൾ വാക്കുകൊണ്ട് പറയുമ്പോഴും അത് മനസ്സിൽ ഉൾക്കൊണ്ട് പറയുമ്പോഴാണ് അത് ഗ്രാറ്റിറ്റ്യൂഡായി മാറുന്നത്. മനസ്സറിഞ്ഞ് നമ്മൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വളരെ സിമ്പിളാണ്, പക്ഷേ അത്രത്തോളം പവർഫുള്ളുള്ള, അത്രത്തോളം റിസൾട്ട് നൽകുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ എഴുതാൻ പോവുകയാണ്, നമ്മുടെ ബുക്കും പേനയും റെഡിയല്ലേ? നിങ്ങൾ എന്തിനാണ് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ളത്? നിങ്ങൾക്ക് ഇപ്പോൾ നന്ദി തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ. നിങ്ങളുടെ ബോഡിയിലേക്ക് ഇപ്പോൾ ശ്വസിക്കുന്ന വായു, അതിലേക്ക് ഒന്ന് നിങ്ങളുടെ ശ്രദ്ധ തിരിച്ച് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ഫീൽ ഇറ്റ്. ഞാൻ എന്തുകൊണ്ടാണ് അത് എഴുതിയത്? എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിൽ ഞാൻ എഴുതി ചേർത്തപ്പോൾ ഞാൻ എന്തിനാണ് അത് എഴുതിയത്? നേച്ചറിലേക്ക് ശ്രദ്ധ തിരിക്കുക, സറൗണ്ടിങ്സിലേക്ക് ശ്രദ്ധ തിരിക്കുക. നിങ്ങളെ ഇതുവരെ എല്ലാം തന്നുകൊണ്ട്, എല്ലാ നാച്ചുറൽ റിസോഴ്സസ് തന്നുകൊണ്ട് നിങ്ങളെ ഇതുവരെ പാലിച്ചെത്തിപ്പിച്ചത് നന്ദി പറയുക. ഇരു കൈകളും കൂട്ടിത്തിരുമ്മി കണ്ണിലേക്ക് വെക്കുക. ഇരു കൈകളും കൂട്ടിത്തിരുമ്മി കണ്ണിലേക്ക് വെക്കുക. ഈ ഒരു ഫീലില്, ഈ ഒരു സന്തോഷത്തോടുകൂടി, ഈ ഒരു ഗ്രേറ്റ്ഫുൾനെസ്സോടുകൂടി, ഈ ഒരു ഹാപ്പിനെസ്സിനോടുകൂടി ഈ ഒരു ദിവസം മുഴുവൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഈ ഒരു ദിവസം എല്ലാവർക്കും